Okay, once again, I welcome you to the online sessions of Raju and PSK classes, and we will be continuing the chapter of magnetic effects from where we have stopped on the previous class. Okay, കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് ഒരു ലോങ് സ്ട്രൈറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ സ്പെഷ്യൽ കേസുകളുമാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ആ സ്ട്രൈറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട ചില എക്സാമ്പിൾസ് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ കാണാം. അതുപോലെ പ്രീവിയസ്ലി ചില എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചില സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ചില കണ്ടക്റ്റിംഗ് വയറുകളുടെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് കം ടു ദ ക്വസ്റ്റ്യൻസ്. മൂന്ന് സർക്യൂട്ടുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഈ മൂന്ന് പേരുടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ മൂന്ന് പേരുടെയും സെൻറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദിസ് ക്വസ്റ്റ്യൻ. ഇത് ഈക്വലേറ്ററൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ പോലെയാണ് ഇരിക്കുന്നത്. മൂന്ന് വയർ, ആ മൂന്ന് വയറിൻ്റെയും ലെങ്ത്ത് സെയിം ആണെന്ന് തന്നെ വിചാരിച്ചോ. ലെറ്റ് ഇറ്റ് ബി എ. ഇതിലൂടെ എല്ലാത്തിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് ഐ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഐ കറണ്ട് ഇതിലൂടെ ഒരു ലൂപ്പായിട്ട് ഫ്ലോ ചെയ്യുന്നു. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ട്രയാങ്കിൾ അല്ലെങ്കിൽ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഇതിൻ്റെ സൈഡ് ലെങ്ത്ത് എ ആണെങ്കിൽ നമുക്കറിയാം ദിസ് ഡിസ്റ്റൻസ് വിൽ ബി, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, ദിസ് ഡിസ്റ്റൻസ് വിൽ ബി എ ബൈ 2√3. ദിസ് ഡിസ്റ്റൻസ് വിൽ ബി എ ബൈ 2√3. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ദിസ് ആംഗിൾ വിൽ ബി 120 ഡിഗ്രി. സോ ദിസ് ഇസ് 60 ആൻഡ് ദിസ് ഇസ് 60. ഈ ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ദിസ് ഡിസ്റ്റൻസ് ഇസ് എ ഡിവൈഡഡ് ബൈ 2√3 ആണ്. ഇത് എ ബൈ √3 ആയിരിക്കും, ഇത് എ ബൈ 2√3 ആയിരിക്കും. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ ഈ സെൻറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരു കണ്ടക്ടർ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്ത് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. കാരണം മൂന്ന് പേരും ഈക്വൽ ലെങ്ത് ആണ്, ഈക്വൽ കറണ്ടാണ് മൂന്ന് കണ്ടക്ടറിലും ഫ്ലോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം ഫൈൻഡിങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് സെഗ്മെൻറ്റ് ആൻഡ് മൾട്ടിപ്ലൈ ദെൻ ഇറ്റ് ബൈ 3. കാരണം ഇത് ഒരു ഇതിനെ നമുക്കൊരു സ്ട്രൈറ്റ് വയറായിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ദിസ് പോയിൻറ്റ് മേക്സ് ആംഗിൾസ് 60 ആൻഡ് 60 വിത്ത് റെസ്പെക്ട് ടു ദിസ് 2 ends. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? The magnetic field due to a wire is mu0 I divided by 4 pi r, where r represents the distance from the center of the wire to the given point, into sin theta 1 plus sin theta 2. theta 1 theta 2 നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരാളെ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് എത്ര വരും? ദാറ്റ് ഈസ് mu0 I divided by 4 pi r എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഡിസ്റ്റൻസിനെയാണ്. ദാറ്റ് ഈസ് എ ഡിവൈഡഡ് ബൈ 2√3 ഇൻറ്റു സൈൻ തീറ്റ 1 പ്ലസ് സൈൻ തീറ്റ 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സൈൻ 60 പ്ലസ് സൈൻ 60. സൈൻ 60 പ്ലസ് സൈൻ 60 മീൻസ് √3/2 പ്ലസ് √3/2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? ഇത് മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്കവിടെ എഴുതാൻ പറ്റുന്നത് √3/2 പ്ലസ് √3/2 ഈസ് √3. √3/2 പ്ലസ് √3/2 √3 വരും. ഇത് നേരെ മുകളിലേക്ക് പോകും. സോ ദാറ്റ് ഈസ് √3 ഇൻറ്റു √3 ഈസ് 3. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഞാനൊന്ന് സ്റ്റെപ്പ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ mu0 I ഡിവൈഡഡ് ബൈ 4 pi a അത് അവിടെ തന്നെ നിന്നോട്ടെ, അതിനെക്കൊണ്ട് വേറെ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ ബാക്കി ഇത് നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി mu0 I by 4 pi r. ഇത് mu0 I divided by 4 pi divided by a by 2√3. നേരെ മുകളിലേക്ക് പോകും. സോ അവിടെ നമുക്ക് 2√3 ഓൾറെഡി അവിടെ ഉണ്ട്. ഇത് √3/2 പ്ലസ് √3/2 ഇസ് √3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു mu0 I divided by 4 pi a ഇൻറ്റു 3 ഇൻറ്റു ഇത് 3 വരും, 3 ഇൻറ്റു 2. അപ്പോൾ 6 mu0 I divided by 4 pi a. ഇത് ഒരു സെഗ്മെൻറ്റിനെ കൊണ്ട് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. നമുക്ക് വേണ്ടത് 3 സെഗ്മെൻറ്റും കൊണ്ടുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ 3. സോ വി ക്യാൻ സേ ദാറ്റ് ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഈസ് ഈക്വൽ ടു ഓൾറെഡി 6
മ്യൂ 0 I ഡിവൈഡഡ് ബൈ 4 ആണ് ഒരാളെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു ദിസ് ഇൻറ്റു 6, ദാറ്റ് മീൻസ് 18 മ്യൂ 0 I ഡിവൈഡഡ് ബൈ 4 മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒരു തവണ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഐഡൻറ്റിക്കൽ കണ്ടക്ടേഴ്സാണ് നമ്മളൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ കണ്ടക്ടറിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആണ്. ആൻഡ് ഈച്ച് മേക്സ് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ. ഓരോരുത്തരും ഉണ്ടാക്കുന്ന ആംഗിൾ 120 ഡിഗ്രിയാണ്. നമുക്ക് വേണ്ടത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെൻറ്റർ ആണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാളെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ച് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഡ്യൂ ടു ദിസ് വൺ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് മ്യൂ 0 I ഡിവൈഡ് ബൈ 4 ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം. അതായത് സെൻട്രോയിഡിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ദാറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു A/2√3 എന്നുള്ളത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനതിൻ്റെ ഡെറിവേഷൻ പറയാത്തത്. അതിപ്പോൾ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. 4 ഇൻറ്റു A/2√3 ഇൻറ്റു sin θ1 പ്ലസ് sin θ2 എന്ന് പറഞ്ഞാൽ sin 60 പ്ലസ് sin 60. അപ്പോൾ √3/2 പ്ലസ് √3/2 അത് √3 ആയിട്ട് മാറും. സോ നമുക്കിവിടെ ഡ്യൂ ടു വൺ സൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് 6 മ്യൂ 0 I ഡിവൈഡ് ബൈ 4 സോ ടോട്ടൽ ഫീൽഡ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 3. സോ ദിസ് വിൽ ബി ദ ആൻസർ. കഴിഞ്ഞിട്ടില്ല, നമുക്കൊരു കാര്യം കൂടെ കണ്ടുപിടിക്കണം. അവിടുത്തെ കറണ്ടിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ വെക്ടർ. സോ ദർ ഷുഡ് ബി എ സ്പെസിഫിക്കേഷൻ അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നമുക്ക് ഓരോ കണ്ടക്ടർ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ മക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കലൊന്നുമല്ല, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇഫ് ദിസ് തമ്പ് റെപ്രസെൻറ്റ്സ് ദ കറണ്ട്, ദ അതർ 4 ഫിംഗേഴ്സ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ നോക്കിയേ ഈ ഒരു സൈഡ് കൊണ്ട് ഈ ഒരു സൈഡിൽ കറണ്ട് മുകളിലേക്കാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ്? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഈസ് പിയേഴ്സിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഇനി അടുത്ത സൈഡ് നോക്കിയേ, ഇവിടെ കറണ്ട് താഴേക്കാണ് വരുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഈസ് പിയേഴ്സിങ് അഗെയിൻ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഇതാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. നോക്കിയേ, ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ, മൈ തമ്പ്, ആൻഡ് ദ അതർ 4 ഫിംഗേഴ്സ് ആർ പോയിൻറ്റിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അപ്പോൾ ഇവിടെ ഈ 3 കണ്ടക്ടേഴ്സിനെ കൊണ്ടും ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗോയിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അപ്പോൾ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യണം? അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇൻ ടു ദ പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ ക്രോസ് വെച്ചും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണെങ്കിൽ ഡോട്ട് വെച്ചും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ. ദിസ് is the solution for the first question. ഇതൊക്കെ പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് ഇത് ഒരു വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇത് പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് വരാം. ഇത് രണ്ടും ഒരേപോലത്തെയാണ്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ മക്കൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഒരു സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ സൈഡ് ലെങ്ത് ഞാനിപ്പോൾ എല്ലായിട്ട് വിചാരിച്ചു. സൈഡ് ലെങ്ത് എല്ലാണ്. അപ്പോൾ ഈ ഒരു സൈഡ് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് എൽ ലെങ്ത് ഉള്ളത്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെന്ന് വിചാരിച്ചു. നമുക്ക് വേണ്ടത് സെൻറ്ററിലുള്ളതാണ്. സെൻറ്റർ എന്ന് പറഞ്ഞാൽ 2 ഡയഗണലും ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു സൈഡ് കൊണ്ട് മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡേ കണ്ടുപിടിക്കുന്നുള്ളൂ. ഈ ഡിസ്റ്റൻസ് എത്ര വന്നു മക്കളെ? ഇത് മൊത്തം L ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര വന്നു? ദിസ് ഡിസ്റ്റൻസ് ഈസ് L/2. അതുപോലെ സ്ക്വയർ അല്ലേ? സോ ദാറ്റ് 2 ends മേക്സ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. അപ്പോൾ ഇതെത്ര വരും? 45 ഡിഗ്രി. ആൻഡ് ദിസ് ഇസ് അഗെയിൻ 45 ഡിഗ്രി. നമ്മളുടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്ത് നോക്കിയാൽ മതി? ഒരു സൈഡ് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് നോക്കിയാൽ മതി. സോ ഡ്യൂ ടു വൺ സൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു മ്യൂ 0 I ഡിവൈഡഡ് ബൈ 4 ഡിസ്റ്റൻസ് എത്രയാണ് വേണ്ടത്? ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് L/2 ആണ്. ആരും ഇപ്പം തന്നെ പോയി ഇത് 2ഉം 4ഉം ഒന്നും ക്യാൻസൽ ചെയ്യേണ്ട, അതവിടെ കിടന്നോട്ടെ. ഇൻറ്റു sin θ1 പ്ലസ് sin θ2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് sin 45 പ്ലസ് sin 45. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 മുകളിലേക്ക് പോകും. 2 മ്യൂ 0 I ഡിവൈഡഡ് ബൈ 4πL ഇൻറ്റു ഇത് 1/√2 പ്ലസ് 1/√2. 1/√2 പ്ലസ് 1/√2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ √2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 ഇൻറ്റു 2 4/√2 എന്ന് പറയുമ്പോൾ 2√2 മ്യൂ 0 I ഡിവൈഡഡ് ബൈ 4πL
എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത് ഒരു സൈഡ് കൊണ്ടുള്ളതാണ്. നമുക്ക് വേണ്ടത് ഒരു സൈഡ് കൊണ്ടുള്ളതല്ലല്ലോ. വി നീഡ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു all the conductors. So that is equal to 4 into 2 root 2 mu 0 I divided by 4 pi L. It is equal to 8 root 2 mu 0 I divided by 4 pi L. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 8ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കളയാം, ആവശ്യമാണെങ്കിൽ മാത്രം. ഇറ്റ്സ് നോട്ട് കമ്പൽസറി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഡിസ്റ്റൻസ് L/2 ആണ്. നമ്മളപ്പോൾ mu 0 I ഡിവൈഡ് ബൈ 4 pi into L/2. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് അതേപോലെ തന്നെ sin 45 plus sin 45 അത് 1/√2 plus 1/√2 2/√2 ആയി. സോ ഒരു സൈഡ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 2√2 mu 0 I ഡിവൈഡ് ബൈ 4 pi L. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ മാഗ്നറ്റ്. വേണമെങ്കിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി 2√2 mu 0 I ഡിവൈഡ് ബൈ pi L എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. ഡയറക്ഷനും നമ്മൾ പറയണം. ഡയറക്ഷൻ പറഞ്ഞിട്ടില്ല അവിടെ. ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഈ ഓർഡറിലല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ഓർഡറിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഈ മക്കളെ ഉറപ്പാണ്. 4 ക്ലോക്ക് വൈസ് ഓർഡറിലല്ലേ പോകുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. വേണമെങ്കിൽ നോക്കിക്കോ, ഇതാ ഇവിടെ കറണ്ട് പോകുന്നത് റൈറ്റിലേക്കാണ്. അപ്പോൾ ദിസ് തമ്പ് റെപ്രസെൻറ്റ്സ് ദ കറണ്ട് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഈസ് പിയേഴ്സിങ് ഇൻ ടു ദ പ്ലെയിൻ. ഇവിടെയാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഈസ് പിയേഴ്സിങ് ഇൻ ടു ദ പ്ലെയിൻ. ഇവിടെയും ഇൻ ടു ദ പ്ലെയിൻ, ഇവിടെയും ഇൻ ടു ദ പ്ലെയിൻ. സോ 4 സൈഡ് കൊണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ 4 സൈഡും നോക്കണ്ട, കാരണം ഒരേ ഓർഡറിലാണ് 4 കറണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് അല്ലേ? ഇങ്ങനെയല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? സോ യൂസിങ് ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ആസ് ദ കറണ്ട് ഇസ് ഇൻ ദ ക്ലോക്ക് വൈസ് വേ, മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ഗോ ടു ദ തേർഡ് വൺ. അത് ഇതുപോലെയല്ല, ഒരു ഇത്തിരി വ്യത്യാസമുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. മറ്റ് 2 ക്വസ്റ്റ്യനും ഒരേ ടൈപ്പായിരുന്നു, അതുകൊണ്ടാണ് അത് ആദ്യം ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ I എന്ന് പറയുന്ന ഒരു കറണ്ട് വരുന്നു, ഒരു സ്ക്വയർ ലൂപ്പാണ്. നമ്മൾ നേരത്തെ സ്ക്വയർ ലൂപ്പ് കണ്ടതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ ഇങ്ങനെ വന്ന് ഇതിലേക്ക് പോകുന്നു, ഒരു കറണ്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ജംഗ്ഷനിൽ വെച്ച് കിർച്ചോഫ് റൂളൊക്കെ പഠിച്ച് ഓർമ്മയുണ്ടാവും. ഈ ഒരു ജംഗ്ഷനിൽ വെച്ച് ഒരു കറണ്ട് ഇങ്ങോട്ട് പോകുന്നു, ഒരു കറണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഇതെല്ലാം ഐഡൻറ്റിക്കൽ കണ്ടക്ടേഴ്സാണ്, സ്ക്വയർ ലൂപ്പാണ് ഫോം ചെയ്യുന്നത്. സോ എല്ലാവരുടെയും ലെങ്ത് സെയിം അല്ലേ? അപ്പോൾ I1 I2 എന്ന് പറഞ്ഞ 2 കറണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോവാണ്. നമുക്ക് വേണ്ടത് ഈ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലും അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത്? ഈ വയറിൻ്റെ ലെങ്ത്ത് വരുന്നത് L അല്ലേ? ഇത് L ആണ്, ഇത് L ആണ്, ഇത് L ആണ്, ഈ ലെങ്ത്തും L ആണ്. അപ്പോൾ താഴെയുള്ള വയറിൻ്റെ റെസിസ്റ്റൻസ് മേലെയുള്ള ടോട്ടൽ വയറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ 3 times, അല്ല സോറി 1/3 ആണ്. ഇതിൻ്റെ റെസിസ്റ്റൻസ് L ആണ്, റെസിസ്റ്റൻസ് അല്ല, ഇതിൻ്റെ ലെങ്ത്ത് L ആണ്. ഈ മുകളിലുള്ള ടോട്ടൽ വയറിൻ്റെ ലെങ്ത്ത് വരുന്നത് 3L അല്ലേ? ആസ് വി നോ, റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ലെങ്ത്ത് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ കൂടുതൽ റെസിസ്റ്റൻസ് വരുന്നതും ഈ സൈഡിലായിരിക്കും. സോ ലെങ്ത്ത് എവിടെയാണോ കുറഞ്ഞിരിക്കുന്നത് അതിന് അക്രോസ് ആയിട്ട് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്തു നോക്കേണ്ട കാര്യം, എന്തായാലും മക്കളെ ഈ ഫസ്റ്റ് പോർഷനാണെങ്കിലും ഈ പോർഷനാണെങ്കിലും 2 പേരും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 പേരും പാരലായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഐ എം ഗോയിങ് ബാക്ക് ടു ദ കറണ്ട് ഇലക്ട്രിസിറ്റി. V1 ഈസ് ഈക്വൽ ടു V2 അല്ലേ? സോ I1 R1 ഈസ് ഈക്വൽ ടു I2 R2 എന്നല്ലേ വരിക? I1 R1 ഈസ് ഈക്വൽ ടു I2 R2. സോ ദാറ്റ് മീൻസ് I1 ഡിവൈഡഡ് ബൈ I2 ഈസ് ഈക്വൽ ടു I1 ബൈ I2 ഈസ് ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ R1 എന്നല്ലേ വരുന്നത്? I1 ബൈ I2 ഈസ് ഈക്വൽ ടു R2 ബൈ R1. ബട്ട് റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു L2 ഡിവൈഡഡ് ബൈ L1 എന്ന് എഴുതാം. സോ കറണ്ട് ഡിവൈഡ്സ് ഇൻ ദ റിവേഴ്സ് റേഷ്യോ ഓഫ് റെസിസ്റ്റൻസസ്. L2 ഡിവൈഡഡ് ബൈ L1 നമുക്കറിയാമല്ലോ. L2 എന്ന് പറയുന്നത് L ആണ്, L1 എന്ന് പറയുന്നത് 3L ആണ്. സോ വി ഗെറ്റ് the current divides as I1 divided by I2 is equal to L2 divided by L1 means L divided by 3L, that is equal to
1/3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുക്കുന്ന I എന്ന് പറയുന്ന കറണ്ട് 1:3 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. അതായത് മൊത്തമുള്ള 4-ൽ 1 ഭാഗം ഇതിൽ കൂടിയും 4-ൽ 3 ഭാഗം ഇതിൽ കൂടിയും പോകുന്നു. I1 / I2 = 1:3 മീൻസ് വി ക്യാൻ റൈറ്റ് ലൈക്ക് ഇങ്ങനെ എഴുതിക്കൂടെ നമുക്ക് I1 I1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൊത്തമുള്ളതിൻ്റെ 4-ൽ 1 1/4 ആണ് വരുന്നത്. സോ I1 = 1/3 ഓഫ് I എന്ന് വരും. ആൻഡ് I2 = 1/3 അല്ല മക്കളെ, 1/4 അല്ലേ? ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ദാറ്റ് ഈസ് 1/4 ഓഫ് I എന്ന് വരും. ഇതാണെങ്കിൽ 3/4 ഓഫ് I എന്ന് വരും. അതാണ് 1:3 എന്ന് പറയുന്ന റേഷ്യോ വരുന്നത്. ചെക്ക് ചെയ്തോളൂ. I1/I2 = 1:3 എന്ന് കിട്ടും. അപ്പോൾ I1ൻ്റെ വാല്യൂ കിട്ടി, I2ൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കിവിടെ ആരൊക്കെയാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ 4 വയറും ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഈ 3 പോർഷൻ കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഈ 3 പോർഷൻ ഉണ്ടല്ലോ, ഇതുകൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് നോക്കാം. ഈ 3-ലൂടെയും ഫ്ലോ ചെയ്യുന്നത് I1 എന്ന് പറയുന്ന കറണ്ടാണ്. ഇതിലൂടെ മാത്രം ഫ്ലോ ചെയ്യുന്ന I2 എന്ന് പറയുന്ന കറണ്ടാണ്. സോ നമുക്ക് ഇതിനെ ഞാൻ B2 എന്നും ഇതിനെ B1 എന്നും വിളിക്കുകയാണ്. സോ ദിസ് പോർഷൻ ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് B1 ആൻഡ് ദിസ് പോർഷൻ ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് B2. അപ്പോൾ B1 എന്താണെന്ന് ആദ്യം നോക്കാം. B1 എന്ന് പറയുമ്പോൾ അതിപ്പോൾ നമുക്ക് ഈ ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് അതിനെ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ച് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ B1 എന്ന് പറഞ്ഞാൽ B1 = എത്ര വരും? μ0 I / 4π ലെങ്ത്ത്. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? ദിസ് ഇസ് L/2. ദിസ് ഇസ് μ0 I / 4π × L/2 × sin 45 + sin 45 ദാറ്റ് ഈസ് 2/√2 എന്നല്ല വരുന്നത്. sin 45 1/√2 + 1/√2. നേരത്തെ ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും സ്റ്റെപ്പ് വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ നമുക്കിത് എത്ര കിട്ടും? ദാറ്റ് ഈസ് 2√2 ക്യാൻസൽ ചെയ്ത് പോകും. √2 ഈ 2 മുകളിലേക്ക് പോകും. സോ 2√2 μ0 I / 4πL എന്ന് കിട്ടും. 4πL ഇത് ഒരാളെ കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? നമുക്ക് വേണ്ടത് B1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ച് അതിനെന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് എത്ര കിട്ടും? B1 can be written as 3 × 2 6√2 μ0 I / 4πL എന്ന് കിട്ടും. ഡയറക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യണം, അല്ലാണ്ട് പറ്റില്ല. ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്ത് നോക്കിയാൽ മക്കളെ എങ്ങനെ വരും ഡയറക്ഷൻ? ഈ 3 പേരെ കൊണ്ടുണ്ടാകുന്ന ഒരേ ഓർഡറിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ വയർ കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? അറ്റ് ദ സെൻറ്റർ ഇറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഇവിടെയാണെങ്കിലോ അറ്റ് ദ സെൻറ്റർ ഇറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ആ ഇൻ ടു ദ പ്ലെയിൻ ഔട്ട് ഓഫ് ദ പ്ലെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേണ്ടത് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഞാൻ ഈ വയർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ തമ്പ് മാത്രം നോക്കുക. തമ്പാണ് കറണ്ടിൻ്റെ ഡയറക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ വരുന്നത്. മറ്റ് 4 വിരലുകൾ എങ്ങനെയാണ് വരുന്നത്? ഈ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ടിപ്പാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൻ്റെ ടിപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത്? അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദ ടിപ്പ് ഈസ് ഗോയിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അപ്പോൾ ഈ പോയിന്റിൽ ഈ 3 പേരെ കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് പോകുന്നത്? ഉള്ളിലേക്കാണ് പോകുന്നത്. ഇതുപോലെ ഇപ്പോൾ ഇതാണ് കറണ്ട് എന്ന് വിചാരിച്ചു മക്കളെ. ഇതാണ് കറണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഇതാണ് കറണ്ടെങ്കിൽ ഞാൻ വയർ ഇങ്ങനെയല്ലേ പിടിക്കേണ്ടത്? തമ്പ് റെപ്രസെൻറ്റ്സ് ദ കറണ്ട്. സോ ദിസ് 4 fingers represents the direction of magnetic field. അപ്പോൾ ഈ വയറിൻ്റെ ഈ സൈഡിൽ എനിക്കത് റൈറ്റ് സൈഡാണ്, നിങ്ങൾക്കത് ലെഫ്റ്റ് സൈഡാണ്. ഈ സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡൊക്കെ എങ്ങനെയാണ്? പുറത്തേക്കാണ് വരുന്നത്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിലോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗോയിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്ന് ഇതിലെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഇറ്റ് വിൽ ബി സറൗണ്ടിങ് ദിസ് കറണ്ട് ക്യാരിയിങ് വയർ. ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ കറണ്ട് ക്യാരിയിങ് വയർ. അതാണ് നമ്മൾ ക്രിസ്റ്റ്യൻ ഏഴ്സ്റ്റഡിൻ്റെ തിയറി ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. B1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. B1 കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് B2ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ.
B1 അറിയാമെങ്കിൽ B2 വളരെ സിമ്പിളാണ്, ഒറ്റ വയറല്ലേ ഉള്ളൂ. അപ്പോൾ B1 കിട്ടി. B1ൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. B1 ഇസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഇനി മക്കളെ B2ൻ്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. B2 പിന്നെ ഒരൊറ്റ കണ്ടക്ടർ അല്ലേ ഉള്ളൂ. എത്ര വരും? μ0I ഡിവൈഡഡ് ബൈ 4π. ലെങ്ത് ഒക്കെ സെയിം ആണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് വരുന്നത് എത്ര തന്നെയാണ്? ദിസ് ഇസ് അഗെയിൻ L/2 ഇൻറ്റു L/2 μ0 4π ഇൻറ്റു L/2 L/2 ഇൻറ്റു സൈൻ തീറ്റ 1 പ്ലസ് സൈൻ തീറ്റ 2 എത്രയാണെന്ന് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, 2/√2. ഇനിയിപ്പോൾ നമുക്കിവിടെ മാറ്റം വരുത്തേണ്ടത് ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് കറണ്ടിനെ I1 ആയിട്ടും ഇവിടെ കറണ്ടിനെ I2 ആയിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ലാസ്റ്റ് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് എത്ര വന്നു? ദാറ്റ് ഈസ് 2√2 μ0 I2 ഡിവൈഡഡ് ബൈ 4πL എന്ന് വരും. കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കിക്കോളൂ മക്കളെ. കറണ്ട് റൈറ്റിലേക്കല്ലേ പോകുന്നത്? കറണ്ട് റൈറ്റിലേക്കാണ് പോകുന്നത്. സോ അറ്റ് ദ സെൻറ്റർ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? കമ്മിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അതായത് ഈ കണ്ടക്ടർ റൈറ്റിലേക്ക് കറണ്ട് പോകുമായതുകൊണ്ട് ഈ കണ്ടക്ടറിൻ്റെ മുകളിലുള്ള ഭാഗത്തെ എല്ലാ മാഗ്നറ്റിക് ഫീൽഡും പുറത്തേക്കും, താഴെയുള്ള ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉള്ളിലേക്കായിരിക്കും. അതായത് ഇതാണ് വയറെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് വന്ന് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും. ഈ ഭാഗത്ത് മൊത്തം കമ്മിങ് ഔട്ടായിരിക്കും, ഈ അടിഭാഗത്ത് മൊത്തം ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 2 പേരെ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. ഈ 3 പേരെ കൊണ്ടുണ്ടാകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ഡോട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഡോട്ട് വെച്ച് ഒന്ന് ഇൻ ടു ദ പ്ലെയിനും മറ്റേത് ഔട്ട് ഓഫ് ദ പ്ലെയിനുമാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡാണ് വേണ്ടത്. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരെണ്ണം ഇൻ ടു ദ പ്ലെയിനും ഒരെണ്ണം ഔട്ട് ഓഫ് ദ പ്ലെയിനുമാണ്. മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം. ഔട്ട് ഓഫ് ദ പ്ലെയിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് സെഡ് ആക്സിസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ പോസിറ്റീവ് ആയിട്ടും, ഇൻ ടു ദ പ്ലെയിൻ എന്ന് പറയുന്നത് നെഗറ്റീവ് സെഡ് ആക്സിസ് ആയതുകൊണ്ട് നെഗറ്റീവായിട്ടും കൺസിഡർ ചെയ്യുക. അപ്പോൾ എത്ര വരും? μ0 നമ്മുടെ 2√2നെ ആദ്യം എഴുതിയേക്കാം. 2√2 μ0 ഡിവൈഡഡ് ബൈ 4πL. ഇത് രണ്ടിടത്തും കോമൺ അല്ലേ മക്കളെ? ഇത് രണ്ടിടത്തും കോമൺ ആണ്. 2√2 μ0 ഡിവൈഡഡ് ബൈ 4πL എന്നുള്ളത് രണ്ട് സ്ഥലത്തും കോമൺ ആണ്. ഇവിടെ പിന്നെ ബാക്കി ആരാളെന്ന് നോക്കുക. ഞാൻ ഈ അനാവശ്യമായി നമ്മൾ സ്റ്റെപ്പ് എഴുതി സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രണ്ടിടത്തും μ0 2√2 μ0 ഡിവൈഡഡ് ബൈ 4πL കോമൺ ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുത്തു. ഇവിടെ പിന്നെ ബാക്കി ആരാ ഉള്ളത്? ഇവിടെ പിന്നെ 2√2 പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു 3I1 അല്ലേ ബാക്കിയുള്ളൂ. ദാറ്റ് ഈസ് 3I1 അത്രേ ബാക്കിയുള്ളൂ. ഇത് ഗോയിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആയതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് കൊടുത്തു? ഒരു മൈനസ് സൈൻ കൊടുത്തു. ഇയാൾ പുറത്തേക്ക് വരികയല്ലേ ചെയ്യുന്നത്? ഇയാൾ പുറത്തേക്ക് വരിക ആയതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം? പോസിറ്റീവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഇവിടെ 2√2 μ0 ബൈ 4πL പുറത്തെടുത്താൽ ബാക്കി അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഒരു I2 മാത്രമേ ഉള്ളൂ. 3I1 പ്ലസ് I2 ഇത്രേ അവിടെ ബാക്കി വരുന്നുള്ളൂ. ഈ മാഗ്നറ്റിക് ഫീൽഡ് എത്ര വരും? നിങ്ങൾക്ക് ആലോചിച്ച് പറയാനുള്ളത് നമ്മുടെ ബോർഡിൽ കിടക്കുന്നുണ്ട്. We have I1 by I2 equal to 1/3. ഇതാ ഇതിൽ നിന്നാണ് നമ്മൾ ആൻസറിലേക്ക് വരേണ്ടത്. I1 by I2 equal to 1/3. അവിടെ I2ന് പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? I2 can be substituted as I2. From this you can substitute as I2 is equal to 3I1. ഇവിടെ കൊണ്ടുപോയി കൊടുത്തു നോക്കിയേ. 2√2 μ0 by 4πL ഒക്കെ അവിടെ ഉണ്ട്. ബാക്കി ആരാ വരുന്നത്? ഇവിടെ ഒരു -3I1 ഓൾറെഡി ഉണ്ട്. ആൻഡ് ദാറ്റ് I2 can be written as I1 by I2 equal to 1/3 ആയതുകൊണ്ട് I2 is equal to 3I1 plus 3I1 which means at the center magnetic field is 0. That is answer. അപ്പോൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ. ഇനിയിപ്പോൾ ഇത് മെത്തേഡാണ്. നമ്മൾ ബോർഡ് എക്സാമിന് ചോദിക്കുമ്പോൾ മാത്രം മെത്തേഡ് ചെയ്താൽ മതി. അല്ലാത്തപ്പോൾ നമ്മൾ നമ്മുടെ ലോജിക്കാണ് യൂസ് ചെയ്യേണ്ടത്. മക്കളെ ഇത് നിങ്ങളുടെ എൻട്രൻസിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും 0 ആണ് ആൻസർ. അതിപ്പോൾ സർക്കുലർ ലൂപ്പല്ല. ഇപ്പോൾ ഇങ്ങനൊരു ഡയഗ്രം തന്നു എന്ന് വിചാരിക്കുക. ഇതുപോലൊരു ഡയഗ്രം ഞാൻ ചില ഡയഗ്രാംസ് ഒന്ന് വരച്ച് തരാം. അത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. ഇത് പോയിൻ്റ് എ ആണ്, ഇത് പോയിൻ്റ് ബി ആണ്. ഇങ്ങനെ തന്നാലും ഒരു സർക്കുലർ ലൂപ്പ്
ഇങ്ങനെ തന്നാലും ഈ കേസുകളിലൊക്കെ സെൻറ്റർ ഓഫ് ദ സിമെട്രി അല്ലെങ്കിൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ജോമെട്രി ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി 0. കാരണം ഇവിടെ ആയാലും ഇതിലായാലും ടോട്ടൽ ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ 360 ഡിഗ്രിയാണ് വരുന്നത്. അങ്ങനെ 360 ഡിഗ്രി വരെയും വേണം, 2 ഡിഫറെൻറ്റ് ബ്രാഞ്ച് വേണം. അതേസമയം നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, ഒരു ഈക്വലേറ്റർ ആംഗിൾ വരച്ചു, ഇങ്ങനൊരു ഈക്വലേറ്റർ ആംഗിൾ വരച്ചു. ഇതിനും തമ്മിൽ എന്താ വ്യത്യാസം നോക്കിയേ. ഈ ലൂപ്പ് ഒരു കറണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഈ ലൂപ്പിൽ ഒരു കറണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കിർച്ചോഫ് ലോ, ഫസ്റ്റ് ലോ ആലോചിക്കുക. കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. ഈ ജംഗ്ഷനിലൂടെ എത്ര കറണ്ട് ഉള്ളിലേക്ക് വരുന്നുണ്ടോ അത്രയും കറണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ഇതിനകത്ത് കറണ്ടേ ഇല്ല, നെറ്റ് കറണ്ടേ ഇല്ല. അപ്പോൾ ഇതുപോലെ കിർച്ചോഫ് ലോ ഒബേ ചെയ്യുന്ന തരത്തിലുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വയർ ലൂപ്പുകളാണെങ്കിൽ അതിൻ്റെയൊക്കെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ഇവിടെ അങ്ങനെയല്ല. ദിസ് ഹാസ് എ പെർമനൻറ്റ് കറണ്ട് ഇറ്റ് സെൽഫ്. ഇവിടെ കറണ്ട് ഒരു ക്ലോക്ക് വൈസ് ഓർഡറിൽ ഇതിലൂടെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ കറണ്ട് ആ സർക്യൂട്ട് വിട്ട് പുറത്ത് പോകുന്നില്ല. ദ സർക്യൂട്ട് ഹാസ് എ പെർമനൻറ്റ് കറണ്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻസൈഡ് ഇറ്റ്. സോ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇതും കണ്ട് തെറ്റിദ്ധരിക്കരുത് മക്കളെ. ഇതിലാണെങ്കിൽ എൻട്രിങ് കറണ്ട് ലീവിങ് കറണ്ടും സെയിം ആണ്. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ സെൻറ്ററിൽ ഈ 3 കേസിലും 0 ആണ്. അത് പ്രത്യേകം ഓർമ്മിക്കണം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പ്രീവിയസ്ലി ആസ്ക്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാം. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇത് കുറച്ചൊന്ന് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമ്മളെപ്പോഴും ഈസി ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഞാൻ അതിൻ്റെ മെത്തേഡും ഈ കാണിച്ചു തന്നിരിക്കുന്നത് മെത്തേഡാണ്. അവസാനം നമ്മൾ പറഞ്ഞതാണ് ലോജിക്ക്. അറ്റ് ദ സെൻറ്റർ ഓഫ് സിമെട്രി ഇഫ് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സർക്യൂട്ട് ഹാവിങ് obeying the Kirchhoff law, then the total magnetic field at the center will be 0. അത് മാത്രം ആലോചിച്ചാൽ മതി. അതായത് വരുന്ന കറണ്ടും അത് Kirchhoff law ഒബേ ചെയ്യണ്ടോ നോക്കുക. അതായത് എൻട്രി കറണ്ട് ലീവിങ് കറണ്ടും ഈക്വൽ ആണെങ്കിൽ പിന്നെ ആലോചിക്കുക വേണ്ട, സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉറപ്പായിട്ടും 0 ആണ് ഈ 3 കേസുകളിലും. അതേസമയം അതിലങ്ങനെയല്ല. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ അങ്ങനെയല്ലല്ലോ. ഇതിന് കറണ്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ട് ഇതിനകത്ത് പെർമനൻ്റ് ആയിട്ട്. സോ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസൽ ആവില്ല. ഓക്കെ, സോ കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ XYZ പ്ലെയിനിൽ 2 കണ്ടക്റ്റിംഗ് വയർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദോസ് 2 കണ്ടക്റ്റിംഗ് വയേഴ്സ് കണക്ഷൻ ഒന്നുമില്ല, ദേ ആർ ക്രോസ്ഡ് ഈച്ച് അതർ. അതായത് ആദ്യം ഇങ്ങനെ ഒരു കണ്ടക്റ്റിംഗ് വയർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഈ 2 പേരുടെയും കോമൺ സെൻറ്ററിൽ നിന്ന് D ഡിസ്റ്റൻസ് അകലെ അല്ലെങ്കിൽ R ഡിസ്റ്റൻസ് അകലെ ഈ P എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങോട്ടാണ്, ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് മുകളിലേക്ക്. ഇതിൽ അലോങ് ദ X ആക്സിസും ഇതിൽ അലോങ് ദ Y ആക്സിസും ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങളതിനെ 3 ഡയമെൻഷനിൽ ഇമാജിൻ ചെയ്യുക. ഒരു വയർ ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കറണ്ട് റൈറ്റിലേക്കും, വെർട്ടിക്കലായിട്ടുള്ള വയറിൽ അപ്വേർഡ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ P എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് മക്കളെ? P എന്ന് പറയുന്ന പോയിന്റ് നിങ്ങളുടെ അടുത്താണ്. നിങ്ങളിരിക്കുന്ന ഇതാണ് കോമൺ സെൻറ്റർ എങ്കിൽ ഇവിടെ ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഞാൻ അതിനെ Z ആക്സിസിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ R ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഇതുകൊണ്ട് ഫസ്റ്റ് കറണ്ട് കൊണ്ട് ഉണ്ടാകുന്ന ഫസ്റ്റ് കണ്ടക്ടർ കൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1 ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതും? μ0. ഇൻഫിനിറ്റ്ലി ലോങ് വയർ ആണെന്ന് തന്നെ വിചാരിച്ചോ, μ0. കാരണം നമുക്ക് ലെങ്ത്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. μ0 I1 ഡിവൈഡഡ് ബൈ 4πr അല്ലല്ലോ. ഇൻഫിനിറ്റ് വയർ ആണെങ്കിൽ അത് 2πr എന്ന് നമുക്ക് എഴുതാം. ഇത് B1. ഇനി B2ൻ്റെ കാര്യം നിങ്ങൾ നോക്കിയേ. B2 is equal to μ0 I2 ഡിവൈഡഡ് ബൈ 2πr ആണ്. രണ്ടും B1 ആണെങ്കിലും B2 ആണെങ്കിലും ഒന്ന് I1 ബൈ 2πr മറ്റേത് I2 ഡിവൈഡ് ബൈ 2πr. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് എന്തും കൂടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും, അതിൻ്റെ ഡയറക്ഷൻ കൂടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും.
അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന പോയിന്റ്, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന പോയിന്റ് ഇതാ നിങ്ങളുടെ അടുത്തായിരിക്കുന്നത്, ഇവിടെയാണ് ആ പോയിന്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ പോയിന്റ് എങ്കിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇനി എന്തും കൂടെ നോക്കണം, ഡയറക്ഷൻ കൂടെ നോക്കണം. കാരണം മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആയതുകൊണ്ട് നമ്മൾ അതിനെ വെറുതെ സ്കാലർ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് B1 + B2 എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ B1 - B2 എന്ന് പറഞ്ഞോ ആഡ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ഫോളോ ദ ലോസ് ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് എവിടെയാണ് മക്കളെ ഇരിക്കുന്നത്? ഇവിടെയല്ല ഇരിക്കുന്നത്. ഇവിടെ ഈ കണ്ടക്ടർ കൊണ്ട് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ കണ്ടക്ടർ. ഈ കണ്ടക്ടർ കൊണ്ട് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? അതായത് ഇവിടെ ഈ പോയിന്റിൽ ഈ കണ്ടക്ടർ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇത് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. ഇങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വയറെങ്കിൽ ഈ വയറിൻ്റെ മേലെ ഭാഗത്തൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിനും താഴെ ഭാഗത്തൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിനുമാണ്. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മേൽഭാഗത്തെ പോയിന്റും അല്ല താഴെയുള്ള ഭാഗത്തെ പോയിന്റും അല്ല. നമുക്ക് വേണ്ട പോയിന്റ് ഏതാ? ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് വേണ്ടത്. ഈ കണ്ടക്ടിങ് വയർ കൊണ്ട് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇറ്റ് ഈസ് കൈ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് ഈസ് ഗോയിങ് ഇൻ ഡൗൺവേർഡ്സ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മാഗ്നറ്റ് കൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് കറണ്ട് കൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് പോകുന്നത്? ഇറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ദിസ് ഇസ് B1. ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ, B2ൻ്റെ ഡയറക്ഷനും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? B2 എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്? B2 കറണ്ട് പോകുന്നത് മേലേക്കാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിനും ഈ സൈഡിലാണെങ്കിൽ ഇൻ ടു ദ പ്ലെയിനും. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ് ഏതാ? ഇതിന് മുമ്പിലുള്ള ഒരു പോയിന്റാണ്. ഈ രണ്ട് വയറുകൾക്ക് മുമ്പിൽ ഇവിടെ ഇരിക്കുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് വേണ്ടത്. അതായത് അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് ഈസ് നെയ്തർ ഔട്ട് ഓഫ് ദ പ്ലെയിൻ നോർ ഇൻ ടു ദ പ്ലെയിൻ. പകരം എങ്ങനെയാണ് വരുന്നത്? ഈ പോയിന്റിനെ നോക്കുമ്പോൾ ഈ കറണ്ട് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, റൈറ്റിൽ നിന്ന്. അതായത് ഇങ്ങനെ വന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ പറയുന്ന ഐഡിയ നിങ്ങൾക്ക് 3 ഡയമെൻഷനലായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ വയറാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഫസ്റ്റ് വയറിലെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് കറണ്ട് റൈറ്റിലേക്കാണ്. സോ ഇവിടുന്ന് ഒരു കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പായി ഇങ്ങനെ പുറത്തേക്ക് വന്ന് താഴേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിനെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് വന്ന് ഈ പോയിന്റിലൂടെ താഴേക്ക് പോയിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഈ രണ്ടാമത്തെ വയറുകൊണ്ട്, അതായത് വെർട്ടിക്കൽ വയറുകൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ എന്ത് വരും? വെർട്ടിക്കൽ വയർ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് പുറത്തേക്ക് വന്ന് ഇതിലെ താഴേക്ക് പോകും. ഇതാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് പോകും. സോ വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ദ സെക്കൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. ദിസ് ഇസ് B2. അപ്പോൾ B1ഉം B2ഉം എങ്ങനെ ഇരിക്കുന്ന മക്കളെ? പെർപെൻഡിക്കുലർ അല്ലേ? ഇതും വെക്ടറാണ്, ഇതും വെക്ടറാണ്. സോ ദ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ദിസ് വൺ, വിച്ച് ഈസ് B net is equal to root of B1 square plus B2 square എന്ന് കിട്ടും. സോ ദാറ്റ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഓവർ ദെയർ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് B equal to root of B1 square plus B2 square എന്ന് വരും. സ്ക്വയർ ചെയ്ത് സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് μ0/2πr രണ്ടിടത്തും കോമൺ ആണ്. പിന്നെ ബാക്കി വരുന്ന ആരായിരിക്കും? ഇവിടെ ഒരു I1 സ്ക്വയർ വരും, ഇവിടെ ഒരു I2 സ്ക്വയർ വരും. സോ ദ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി μ0 / 2πr പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാക്കി വരുന്ന ആരാണ്? there will be an I1 square and an I2 square. So this will be the resultant magnetic field at this point. ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ 3 ഡയമെൻഷനലായിട്ട് കാണണം. ഇത് I1, ഇത് I2. സോ I1 കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺവേർഡ്സ്. ആൻഡ് I2 കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇതാണ് I2 എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു കറണ്ട് ക്യാരിയിങ് വയറാണ്. അതിനെ നമ്മളിത് ഏതാണ്ട് ഈ ഷേപ്പിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ കണ്ടക്ടിങ് വയറിൻ്റെയും ആക്സിസിലാണ് ആരിയ്ക്കുന്നത്? ഈ പോയിന്റ് ഇരിക്കുന്നത്. സോ ഫീൽഡ് അലോങ് ദ ആക്സിയൽ ലൈൻ 0 ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കാരണം ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റിട്ടൺ ആസ് μ0 I divided by 4πr into sin θ1 plus sin θ2 അല്ലേ മക്കളെ? ഇവിടെ ആക്സിസിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ എൻഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളും
ഈ എൻഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളും 0 ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് സെഗ്മെൻറ്റ് ആൻഡ് ദിസ് സെഗ്മെൻറ്റ് ഇസ് 0. അപ്പോൾ നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി? ഈ 3 സെഗ്മെൻറ്റ് കൊണ്ട് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാത്രം നോക്കിയാൽ മതി. സോ എലോങ് ദ ആക്സിസ് ഓഫ് എനി കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി 0. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കണ്ടക്ടർ ഈ 3 പേരെ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അത് മറക്കരുത്. അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക്. അതിന് നമുക്കൊരു എളുപ്പവഴിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും ഈ കണ്ടക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും സെയിം ആണ്. അപ്പോൾ ഞാൻ ഇതിനെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ദിസ് ഇസ് ടേംഡ് ആസ് B1, ദിസ് ഇസ് ടേംഡ് ആസ് B2, ദിസ് ഇസ് ടേംഡ് ആസ് B3. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് നോക്കാം കേട്ടോ. ഇതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആണ്. ഇതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഈ വയർ കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആണ്. ഒരേ ഓർഡർ ആണെങ്കിൽ പിന്നെ കൈ വേദനിപ്പിക്കാനും നിൽക്കണ്ട. ഒരേ ഓർഡർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് വരുന്നത്? ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആണ്. അപ്പോൾ അത് ടോട്ടലി എല്ലാവരും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് പറയാം B ഈക്വൽ ടു B1 പ്ലസ് B2 പ്ലസ് B3 എന്ന് പറയാം. അതിൽ B1ഉം B2ഉം സെയിം ആണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഈ ഒരു കേസ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് ഞാൻ ഇതിൽ നിന്നാണ് വരുന്നത്, ഒരു സ്ട്രെയിറ്റ് വയർ, ലെങ്ത് അറിയാവുന്ന ഒരു സ്ട്രെയിറ്റ് വയർ. ആ സ്ട്രെയിറ്റ് വയറിൻ്റെ ഒരെൻഡിൽ നിന്നും സം ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. രണ്ട് എൻഡും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ sin θ1 പ്ലസ് sin θ2 എന്ന് വരും. ഈ എൻഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദിസ് എൻഡ് വിൽ ബി ക്രിയേറ്റിംഗ് ആൻ ആംഗിൾ ഓഫ് തീറ്റ ആൻഡ് ദിസ് എൻഡ് വിൽ ബി ക്രിയേറ്റിംഗ് ആൻ ആംഗിൾ ഓഫ് 0. അപ്പോൾ sin 0 പ്ലസ് sin θ. അപ്പോൾ വാട്ട് വിൽ ബി ദ മാഗ്നറ്റിക് ഫീൽഡ്? μ0 I ഡിവൈഡഡ് ബൈ 4πr ഇൻറ്റു sin θ എന്ന് വരും. കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഇക്വേഷനാണ് μ0I ബൈ 4πr ഇൻറ്റു sin θ. അപ്പോൾ ഇതാണ് തീറ്റ വരുന്നത്. ഈ ആംഗിൾ ഈ എൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 0 ഡിഗ്രിയാണ്, ദിസ് ആംഗിൾ. അപ്പോൾ ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ കണ്ടുപിടിച്ചതിന് ശേഷം. അപ്പോൾ നമുക്ക് നോക്കാം B1ൻ്റെ വാല്യൂ B2ൻ്റെ വാല്യൂ എന്തായാലും സെയിം ആണ്. കാരണം വയർ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. B1ൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് B1 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും B2 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും സെയിം ആണ്. അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഇതുകൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ, ഇതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇൻ ടു ദ പ്ലെയിൻ. അപ്പോൾ അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല. നമുക്കിനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഫോർ ദിസ് ഞാൻ എടുക്കുകയാണ്. ഈ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ദിസ് ഡിസ്റ്റൻസ് ഈസ് ഗിവൺ ആസ് L ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഇതെന്തായാലും ഇതിൻ്റെ സെൻട്രലായതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് ദാറ്റ് വിൽ ബി L/2. ദിസ് ഇസ് L/2. സോ ദിസ് വിൽ ബി L² പ്ലസ് L² ബൈ 4 ദാറ്റ് ഈസ് √5/2 L എന്ന് വരും. അതായത് L² പ്ലസ് L² ബൈ 4. ദിസ് ഇസ് L² പ്ലസ് L² ബൈ 4. അപ്പോൾ √5/4 L² എന്ന് വരും, അല്ലെങ്കിൽ √5/2 L എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസും കിട്ടി. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഈ ഒരു സെഗ്മെൻറ്റ് ഇതുകൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടി. ഈ ഡിസ്റ്റൻസ് വരുന്നത് L/2 ആണെന്ന് അറിയാം. ഇത് ജസ്റ്റ് ഞാൻ എഴുതി. അപ്പോൾ നോക്കിക്കോ മക്കളെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയാണ്? B1 ഈക്വൽ ടു B2 ഈക്വൽ ടു μ0 കറണ്ട് I ആണ് ഡിവൈഡഡ് ബൈ 4π. ഈ ഡിസ്റ്റൻസ് അറിയാലോ, ദാറ്റ് ഈസ് ഇൻറ്റു L/2 ഇൻറ്റു sin θയുടെ വാല്യൂ നമുക്ക് വേണം. sin θയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഇവിടെ എല്ലാ സൈഡിൻ്റെയും ലെങ്ത് എഴുതി വെച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് sin θ ഹിയർ? sin θ ഇസ് ഈക്വൽ ടു L/2 ഡിവൈഡഡ് ബൈ √5/2 L. L ക്യാൻസൽ ആയി പോവും. ഇവിടെ 2 ക്യാൻസൽ ആയി പോവും. സോ യു വിൽ ഗെറ്റ് sin θ ഇസ് ഈക്വൽ ടു 1/√5 എന്ന് കിട്ടും. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. sin θ ഇസ് ഈക്വൽ ടു 1/√5. സോ B1 ഈക്വൽ ടു B2 ഈക്വൽ ടു എത്ര കിട്ടി? ദാറ്റ് ഈസ് 2 μ0 I ഡിവൈഡഡ് ബൈ 4√5π L എന്ന് കിട്ടും, വിച്ച് ഈസ് ആക്ടിങ്
ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. B1ൻ്റെയും B2ൻ്റെയും വാല്യൂ കിട്ടി. ഇനി ആരുടെ വാല്യൂ ആണ് വേണ്ടത്? കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. നൗ B3യുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. B3 കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നോക്കിക്കോളൂ മക്കളെ. B3 എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻ്റ് ആണ്, എ സെഗ്മെൻറ്റ് ഓഫ് ലെങ്ത് L. നമുക്ക് വേണ്ടത് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഈ ലെങ്ത് അറിയാലോ, ദിസ് ഇസ് L. പിന്നെ ഈ ലെങ്ത് എന്തായാലും L/2 ആണ്, ഈ ലെങ്ത്തും L/2 ആണ്. സോ ദിസ് വിൽ ബി √5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു L ആണ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളിൻ്റെ വാല്യൂ തീറ്റ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് അവിടുത്തെ സൈൻ തീറ്റയുടെ വാല്യൂ. സൈൻ തീറ്റ 1 സൈൻ തീറ്റ 2 സെപ്പറേറ്റ് എടുക്കണ്ട. ഇവിടെ സൈൻ തീറ്റയുടെ വാല്യൂ സെയിം ആണ്. ഹിയർ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എത്ര വരുന്നു പറഞ്ഞു? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് L/2 ഡിവൈഡഡ് ബൈ √5/2 L വിച്ച് ഇസ് ഈക്വൽ ടു 1/√5. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. അപ്പോൾ B3 ഇസ് ഈക്വൽ ടു നോക്കിക്കോളൂ, μ0 I ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു ലെങ്ത് വരുന്ന എത്രയാണ്? ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ദാറ്റ് ഈസ് L, μ0 I ഡിവൈഡ് ബൈ 4πL ഇൻറ്റു സൈൻ തീറ്റ 1 പ്ലസ് സൈൻ തീറ്റ 2 എടുക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം സൈൻ തീറ്റ രണ്ടിടത്തും സെയിം ആണ്. അപ്പോൾ സൈൻ തീറ്റ 1 പ്ലസ് സൈൻ തീറ്റ 2 എന്ന് പറഞ്ഞാൽ 1/√5 പ്ലസ് 1/√5 ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ √5 എന്ന് വരും. രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എത്ര വന്നു മക്കളെ? ദാറ്റ് ഈസ് 2 μ0 I ഡിവൈഡഡ് ബൈ 4√5 πL എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അപ്പോൾ നമുക്ക് B1 കിട്ടി, B2 കിട്ടി, B3 കിട്ടി. ഇനി 3 പേരെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. അപ്പോൾ ദിസ് ഈസ് B1. നോക്കിക്കോളൂ, ദിസ് ഈസ് B1 ആണെങ്കിലും B2 ആണെങ്കിലും. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. B1 ആണെങ്കിലും B2 ആണെങ്കിലും എത്രയാണ് വന്നത്? ദാറ്റ് ഈസ് 2 μ0 I ബൈ 4√5 πL ആണ്. ഇതാണെങ്കിലും 2 μ0 I ഡിവൈഡഡ് ബൈ 4√5 πL ആണ്. സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ B1ഉം B2 മാത്രമല്ല, B3യും എന്തിന് ഈക്വൽ ആണ്? ഈ B1ഉം B2നും ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് ആസ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് B1 പ്ലസ് B2 പ്ലസ് B3 വിച്ച് ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. എല്ലാവരും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? B1ഉം വാല്യൂസ് നോക്കിയാൽ അറിയാം. B1 B2 ഇതാണ്. B3യുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു. B3യുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് അഗെയിൻ 2 μ0 I ഡിവൈഡ് ബൈ 4√5 πL എന്ന് വരും. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് 3 ഇൻറ്റു 2 μ0 I ഡിവൈഡഡ് ബൈ 4√5 πL എന്ന് കിട്ടും. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 6 ഡിവൈഡഡ് ബൈ 4√5 μ0 I ഡിവൈഡഡ് ബൈ πL എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ ഫൈനൽ ആൻസർ വിച്ച് ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഇവിടെ ഈ 2 സെഗ്മെൻറ്റ് കൊണ്ട് മാത്രം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ 2 സെഗ്മെൻറ്റ് കൊണ്ട് മാത്രം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നില്ല. ഈ സെഗ്മെൻറ്റ് കൊണ്ടും ഇതുകൊണ്ടും ഈ 3 പേരെ കൊണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേഷൻസ് ഉള്ളതാണ്. ഇത് നമുക്ക് ചോദിക്കാറുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഇപ്പം ഇന്ന് എന്തായാലും നമുക്ക് ഏതാണ്ട് നമ്മുടെ സമയമായിട്ടുണ്ട് തോന്നുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത മൊത്തം ഒരു ലോങ് സ്ട്രൈറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചോദിക്കാറുള്ള ടൈപ്പ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് മൊത്തം. അതിൽ ചിലതിൻ്റെയൊക്കെ ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതെപ്പോഴും ഓർമ്മയിൽ വേണം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ദാറ്റ് വി ഹാവ് ടു യൂസ് ഫോർ ഫൈൻഡിങ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആസ് വെൽ ആസ് കറണ്ട്. ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് ബയോട്ട്-സാവർട്ട് ലോയും ആ ബയോട്ട്-സാവർട്ട് ലോയുടെ അപ്ലിക്കേഷനായിട്ട് ലോങ് സ്ട്രൈറ്റ് വയർ, പിന്നെ ലോങ് സ്ട്രൈറ്റ് വയർ കഴിഞ്ഞാൽ സർക്കുലർ വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് സർക്കുലർ കോയിൽ, അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു തീരുമാനമായ സ്ഥിതിക്ക് നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക്, നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കറണ്ട് ക്യാരിയിങ് വയർ. ഓക്കെ, താങ്ക് യു.